ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ശരിക്കും യുദ്ധഭൂമിയിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്, ഇറാഖും ഇറാനും. അത് ഇറാൻ്റെത് ഒരു കോൺട്രവേഴ്സ്യലായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഇറാൻ കളിക്കുകയോ കളിക്കുകയോ ഒന്നും നമുക്കിപ്പം തീർത്ത് പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാഖ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ബൊളീവിയയെ തോൽപ്പിച്ചതോടുകൂടി. അപ്പം ഇറാഖിൻ്റെ ഈ വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററി എന്താണ്? ഇറാഖിന്റെ വേൾഡ് കപ്പ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇറാൻ 78 കളിച്ചു അർജന്റീനയില്. പക്ഷെ സൗദി, ജപ്പാൻ ഇവരൊക്കെ ലോകകപ്പിൽ കളിക്കുന്നതിന് മുമ്പ് കളിച്ചൊരു ടീമാണ് ഇറാഖ്. 82 കുവൈറ്റും കളിച്ചു. അപ്പൊ അതാണ് ചരിത്രം. പിന്നെ എനിക്ക് ആദ്യം ഓർമ്മയുള്ളത് ഈ ഫുട്ബോളും രാഷ്ട്രീയവും കലർന്ന് ഒരു ന്യൂസ് വായിക്കുന്നത് ഈ 86 ടീം തിരിച്ചു പോയപ്പോ സദാം ഹുസൈന്റെ മകൻ ഉദയ് ഹുസൈൻ ഇവരെ ടോർച്ചർ ചെയ്തു പല കളിക്കാര്. അവര് 2ാം റൗണ്ടിൽ എത്തിയില്ല, നാണക്കേടായി എന്നൊക്കെ പറയുമ്പോ അവര് വളരെ നന്നായി കളിച്ചത്. എനിക്കത് ബെൽജിയമായിട്ട് 2-2 സമനില, ഒരു മാച്ച് അവര് നന്നായി കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇതായിരുന്നു മനസ്സിൽ നിന്ന വാർത്ത, ഇതായിരുന്നു ഇവര് കളിക്കാരെ ടോർച്ചർ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിനുശേഷം ഈ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ആ കോൺസിക്വൻസസ് കാരണം പിന്നെ കുവൈറ്റ് യുദ്ധം വന്നു 90-ല്. പിന്നെ അവരെ പുറത്താക്കി. പിന്നീട് ആദ്യ അമേരിക്കൻ ഇൻവേഷൻ വരുന്നു 2003-ല്. അത് കഴിഞ്ഞിട്ടും പക്ഷെ അവർ 2007-ല് പോയി ഏഷ്യൻ കപ്പ് ജയിച്ചു. യൂനിസ് മെഹ്മൂദ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മികവ് കാരണം ആ ഏഷ്യൻ കപ്പ് ജയിക്കാൻ പറ്റി. പക്ഷെ ഏഷ്യയിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 5 സ്ലോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് അത് കൂട്ടി 9. ഇപ്പൊ 9 ടീമായി. ഇറാഖ് 9ാമത്തെ ടീമാണ്. ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു വലിയൊരു പൊളിറ്റിക്കൽ വേൾഡ് കപ്പും കൂടിയാണ്. കാരണം ഈ നമ്മളിപ്പം പറഞ്ഞ 2 രാഷ്ട്രങ്ങൾ, അതായത് അമേരിക്കയുടെ ഇൻവേഷൻ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻവേഷൻ കൂടി നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും ജനജീവിതം ആകെ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു രാഷ്ട്രത്തിനെ തന്നെ തകർക്കുന്ന രീതിയിൽ ഇറാഖിനെ ഏതാണ്ട് ഓൾമോസ്റ്റ് അമേരിക്കനെ തകർത്തിട്ടുള്ള ഒരു രാഷ്ട്രവുമാണ്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഈ വേൾഡ് കപ്പിനെ ഒരു വേറെ രീതിയിൽ ശ്രദ്ധേയമാക്കുന്നത്? പൊളിറ്റിക്കലി എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾക്കും കുറെ എന്താ പറയുക ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു കാര്യം ഫുട്ബോളാണ്. ഇപ്പൊ ഇറാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഇറാന്റെ ഹോം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആസാദി സ്റ്റേഡിയത്തിലാണ് എല്ലാ മാച്ചും അവർ കളിക്കുക ഇറാൻ. അതിന് ഏത് മാച്ചാണെങ്കിലും 1 ലക്ഷം ആൾക്കാരുണ്ടാവും. അത് ഭയങ്കര ഒരു അന്തരീക്ഷം നമ്മൾ കാണേണ്ട ഇതാണ് ശരിക്കും. അപ്പൊ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് അത് ശരിക്കും ഫുട്ബോൾ ഒരു വിധത്തിൽ ഒരു എസ്കേപ്പാണ് ശരിക്കും. എന്നുവെച്ചാൽ വേറെ നമുക്ക് ആശ്രയിക്കാനൊന്നുമില്ല ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പൊ ഇറാഖിലും അത് തന്നെയാണ്. ഇപ്പൊ ഇറാഖിൽ ആകെപ്പാടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഇപ്പോഴത്തെ പ്രശ്നം കാരണം ഇറാഖിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആകെപ്പാട് പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഒരു ഫുട്ബോൾ ടീമാണ് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്രയും ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നടന്ന ഒരു വേൾഡ് കപ്പ് നമ്മുടെ ഓർമ്മയിൽ എന്തായാലും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പം മെക്സിക്കോയിൽ പ്രശ്നങ്ങളാണ്. ഈ ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കാണികളെ കയറ്റുന്ന കാര്യത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട്. ഇപ്പൊ സെനഗലിൽ നിന്നൊന്നും ആർക്കും പ്രവേശനം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇറാഖിന്നും ഇറാനിലൊക്കെ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും, ആഫ്രിക്കൻ എന്നല്ല മുസ്ലിം രാജ്യങ്ങൾ, ഇപ്പൊ ടുണീഷ്യ, മൊറോക്കോ, അൾജീരിയ ഇവരൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈജിപ്ത്, ഇവിടുന്നൊക്കെ എത്ര തന്നെ വിസ അവർ കൊടുക്കും. അപ്പൊ ആ രീതിയിൽ ഈ ഫുട്ബോൾ എന്നുള്ള സ്പോർട്ടിന്റെ അതിന്റെ ഒരു മനോഹാരിതനെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വേൾഡ് കപ്പ് ആയിരിക്കും ഇപ്രാവശ്യത്തെ. തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഖത്തർ ലോകകപ്പ് നോക്കിക്കഴിഞ്ഞാൽ പല ടീമുകളും പ്രത്യേകിച്ച് ഇറാൻ, മൊറോക്കോ, ടുണീഷ്യ ഇവരൊക്കെ ആയിരക്കണക്കിന് കാണികളായിരുന്നു അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇറാനിന്ന് 40,000 ആൾക്കാര്, മൊറോക്കോന്ന് ഏകദേശം ഒരു 50,000 ആള്. ഇത്രയും ഫാൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതിനൊരു ഭംഗി കൊടുത്തത് ശരിക്കും ലോകകപ്പിന്. അത്രയും ട്രാവലിംഗ് ഫാൻസ് വന്നതുകൊണ്ട്. ഇത്തവണ ഇപ്പൊ ഒരു ട്രാവലിംഗ് ഫാൻ ബേസിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു സൗദി അറേബ്യ അഗൈൻസ്റ്റ് കേപ്പ് വേർഡ്. സൗദി കാണികൾക്ക് നിങ്ങൾ വിസ കൊടുക്കുന്നില്ല. കേപ്പ് വേർഡ് ആഫ്രിക്കൻ രാജ്യം, അവർക്ക് തീരെ കൊടുക്കില്ല.
ഇപ്പൊ ഈ 72,000 ആളിരിക്കണ ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തില് ആരാ അവിടെ പോയി കാണാൻ പോണ? ഇതിപ്പോ ഈ രണ്ട് രാജ്യത്തെ കാണികൾക്ക് നിങ്ങൾ വിസ കൊടുക്കണ്ടെങ്കിൽ ഈ മാച്ച് കാണാൻ ആരാ ഉണ്ടാവുക? അപ്പൊ അതാണ് ഒരു വലിയൊരു പ്രശ്നം വരാൻ പോണത്. നമ്മളിപ്പം ഇറ്റലീനെ പോലെ ഒരു ജയന്റ് പുറത്താണ്, പക്ഷെ ഒരുപാട് കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ ഇതിനകത്ത് ശരിക്കും ന്യൂ കമേഴ്സ് എന്നൊക്കെ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ പോലത്തെ ഒരു വലിയ മാസിന്റെ ഒരു രാഷ്ട്രം ഫുട്ബോളിൽ എന്താണ് എന്നാണ് ദിലീപിന് തോന്നുന്നത്? ഞാൻ ഇന്നലെ ഇന്ത്യയുടെ കളി കാണാൻ പോയി കൊച്ചിയിൽ, ഹോങ്കോങ് ആയിട്ട്. കുറെ കാലത്തിന് ശേഷം നന്നായി കളിച്ചൊരു കളിയാണ്. 2-1 ജയിക്കുകയും ചെയ്തു. അത് ഒരു കോൺസിക്വൻസ് ഇല്ലാത്തൊരു മാച്ച്. നമ്മൾ ഏഷ്യൻ കപ്പ് ക്വാളിഫയറിൽ നിന്ന് ഔട്ടാണ്. പക്ഷെ എന്നാലും ഹോങ്കോങ്ങിനെ പോലെ ഒരു നല്ലൊരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റിയത് ഒരു നല്ല കാര്യം തന്നെ. പക്ഷെ ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിങ്ങൾ പറഞ്ഞ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എക്വഡോർ, ബൊളിവിയ ക്വാളിഫൈ ചെയ്തില്ല. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് മുമ്പ് വേൾഡ് കപ്പിൽ എത്തിയിട്ടുള്ളത്? അവര് ഹോം അഡ്വാൻറ്റേജ് മാക്സിമൈസ് ചെയ്യും. ബൊളിവിയ ലാപ്പാസില് എത്ര 12,000 അടി ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ്, മറ്റേ കീറ്റോ 6,000 മീറ്റർ 6,000 അടിയറ്റ എക്വഡോർ. ഈ രണ്ട് നഗരത്തിലും ബാക്കി ടീമുകൾ പോയി കഴിഞ്ഞാൽ 70 മിനിറ്റ് ആകുമ്പോഴേക്കും 2 കാലിൽ തുടങ്ങിയ ഒരു 4 കാലിലാവും. അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ. ആ ഹോം ഗെയിംസ് ഒക്കെ ഈ ടീംസ് ജയിക്കും. ബൊളിവിയ അങ്ങനെയാണ് പ്ലേ ഓഫ് എത്തിയത്. അവരുടെ എവേ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിലത്തെ ഏറ്റവും മോശം ടീമാണ്. പക്ഷെ അവർ ഹോം ഗെയിംസ് ജയിക്കും. അതുപോലെ ഇന്ത്യക്ക് നമ്മളൊരു ഹോം വെന്യൂ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലും ക്വാളിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്. അതും ഹോം വെന്യൂ എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ലെങ്കിൽ കൊൽക്കത്തയിലത്തെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ആയിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലായിരിക്കണം. 50,000 ആളെങ്കിലും വേണം. അവർ ഒച്ച ഉണ്ടാക്കണം. ഇന്നലെ 22,000 ആള് സാമാന്യം ബഹളം ഉണ്ടാക്കി. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ ആ ചൂടും വേർപ്പും ഇതൊക്കെ വന്നിട്ട് ഇന്നലെ 70 മിനിറ്റ് ആയപ്പോഴേക്കും അവർക്ക് ഓടാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഹോം കണ്ടീഷൻസ് മാക്സിമൈസ് ചെയ്യുന്ന വിധത്തില് ഹോം മാച്ചസ് ഹോസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് തോന്നിയ പോലെ ഒരു മാച്ച് ഒറീസയിൽ നടക്കണം, ഒരു മാച്ച് വേറെ ഗുവാഹട്ടിയിൽ, പിന്നെ ഒരു മാച്ച് ഇവിടെ കൊച്ചിയിൽ, ഇങ്ങനെയൊന്നും നടത്തിയിട്ട് ഒരു കാര്യം.